Majid. Please welcome, sir. ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു ഉറക്കിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ തുടങ്ങാം. നമ്മളിപ്പോൾ ഫൈറൂസ ഷെയർ ചെയ്തത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡയമെൻഷൻസ് ഓഫ് ലൈഫ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരുടെയും യുണീക്നെസ് കണ്ടെത്താനും അത് യൂസ് ചെയ്ത് ലൈഫിൽ സക്സസ്ഫുൾ ആവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യുണീക്നെസ് നമ്മളിപ്പോൾ മെയിൻ ഫോക്കസ് എല്ലാവരും മൈൻഡിലുണ്ടാവുക കരിയർ ഫോക്കസ്ഡ് ആണെങ്കിൽ പോലും ഞാൻ ഇപ്പം ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കരിയർ ഈസ് കണക്റ്റഡ് ടു നമ്മുടെ ഹെൽത്ത്, അതേപോലെ റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി, എല്ലാ ഡയമെൻഷൻസും ഒരു കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരെയും ഫ്രണ്ടിലുള്ള ആ കവറിൽ ഒരു ചെറിയ പേപ്പർ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ആ പേപ്പർ ഒന്ന് എടുക്കുമോ? ആരുടെങ്കിലും ടേബിളിൽ ഇല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. എവിടെയെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈ ഒരു ഇവിടെ സ്ലൈഡിൽ കാണിക്കുന്ന സംഭവമാണ് ഉണ്ടാവുക. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും കിട്ടിക്കുന്ന ഉറപ്പ് വരുത്തുക. ആർക്കെങ്കിലും മിസ്സിങ് ഉണ്ടാവും? ഓക്കെ ആണോ? അവിടെ ഒക്കെ എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നത് അറിയില്ലല്ലോ. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ 4 ഡയമെൻഷൻസ് ഓഫ് ലൈഫ്. ദാറ്റ് മീൻസ് സ്പിരിച്വാലിറ്റി, ഹെൽത്ത്, റിലേഷൻഷിപ്പ് ആൻഡ് കരിയർ. ഇതിൽ നമ്മൾ ഈ ഒരു വർക്ക്ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള മനസ്സിലേക്കൊന്ന് ചിന്തിച്ചിട്ട് ഔട്ട് ഓഫ് 5 ഈ 4 ഡയമെൻഷനിലും എത്ര പോയിൻ്റാണ് കറൻ്റ്ലി ഓരോരുത്തർക്കും ഉള്ളത്. ദാറ്റ് മീൻസ് ഹെൽത്തി, ഫുള്ളി ടോട്ടലി ഹെൽത്തി ആണ്. ദാറ്റ് മീൻസ് ഒരു ദുശീലങ്ങളോ ഒന്നുമില്ലെങ്കിൽ 5 അങ്ങനെ മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഏത് ഡയമെൻഷനിലാണെന്നുള്ളത് എത്രാമത്തെ പോയിന്റിൽ 1 2 3 4 5 ഓരോരുത്തരും സെൽഫിന് തന്നെ ഒന്ന് മാർക്കിടുക ഓരോ ഡയമെൻഷനിലും. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മതപ്രകാരമുള്ള വിശ്വാസങ്ങൾ, അതേപോലെ നമ്മളെ ക്രിയേറ്ററുമായിട്ടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതിൽ ടോട്ടലി ഫിൽഡപ്പ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 5 കൊടുക്കുക, അല്ലെങ്കിൽ 1 or 2 or 3 എങ്ങനെയാണ് സ്വയത്തെ പറ്റി തോന്നുന്നത് അതൊന്ന് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്താൽ മതി. 1ലോ 2ലോ 3ലോ എന്ന് വെച്ചാൽ അതെല്ലാവരും ഒന്ന് ചെയ്യണേ. ഓക്കെ ആണോ? എല്ലാവരും ചെയ്തോ? സ്പിരിച്വാലിറ്റീൻ്റെ മാർക്ക് ചെയ്തോ? അതേപോലെ ഹെൽത്തിൻ്റെത് കറൻ്റ്ലി എത്രത്തോളം സ്വയത്തെക്കുറിച്ച് ഔട്ട് ഓഫ് 5 തൻ്റെ ശരീരത്തെ പറ്റിയും, ഇപ്പം ഹെൽത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തും ഉണ്ട്, മെൻ്റൽ ഹെൽത്തും ഉണ്ട്, രണ്ടും ഇൻവോൾവ് ആയിക്കൊണ്ട് നോക്കുമ്പോൾ എത്ര പോയിൻ്റാണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് എല്ലാ സമയത്തും വിഷമങ്ങളും കാര്യങ്ങളും ഓൾവേസ് ആ ഒരു ഓവർ തിങ്കിങ് സംഭവങ്ങളുണ്ടോ, അതേപോലെ തൻ്റെ ബോഡി നല്ല ഫിറ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എത്ര പോയിൻ്റാണ് 5 കൊടുക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാം. അതൊന്ന് മാർക്ക് ചെയ്യാം. സെയിം രീതിയിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് ആയിക്കോട്ടെ, നമ്മൾ പാരൻസ്, ഇപ്പം വൈഫ് അല്ലെങ്കിൽ കിഡ്സ്, അല്ലെങ്കിൽ അതേപോലെ ഫാമിലി, അതേപോലെ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് ഉള്ള കണക്ഷൻസ് നമുക്ക് അതിൽ എത്ര പോയിൻ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാർക്ക് ചെയ്യാം. എല്ലാവരുമായിട്ട് നല്ല ഓക്കെ ആണോ, അല്ല ആരെങ്കിലുമായിട്ട് വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഞാൻ അവനെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു പാഠം പഠിപ്പിക്കും, അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ കുറച്ച് കുറവായിരിക്കും. അല്ലെങ്കിൽ എല്ലാവരെയും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നല്ല 5ഉം 4ഉം ഒക്കെ ഉണ്ടാവും പോയിൻറ്റ്സ്. അതെല്ലാവരും ചെയ്തോ? അടുത്തത് നമ്മുടെ കരിയർ ഓർ വെൽത്ത്.
നമ്മളിപ്പം മെയിൻ ഫോക്കസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഓരോരുത്തരും കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള കരിയർ കൊണ്ട് എത്രത്തോളം ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും സെൽഫിനെ കുറിച്ച് എത്ര പോയിൻ്റാണ് തോന്നുന്നത് അതൊന്ന് മാർക്ക് ചെയ്യാം. എല്ലാവരും ചെയ്തു. ആരെങ്കിലും മാർക്ക് ചെയ്യാൻ ബാലൻസ് ഉണ്ടോ? 4 സെക്ടറിലും 4 ഡയമെൻഷനിലും മാർക്ക് ചെയ്തോ? ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 4 പോയിൻറ്റ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുക. മീൻസ് സ്പിരിച്വാലിറ്റി ടു ഹെൽത്ത്. സ്പിരിച്വാലിറ്റിയിൽ എത്ര മാർക്കാണോ കൊടുത്തത് അവിടുന്ന് ഹെൽത്തിൻ്റെ ഏത് മാർക്കിലാണോ ആ ഡാർക്ക് പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക. കുറച്ചൊരു കേവി മോഡൽ വന്നോട്ടെ. നേരെ ഇങ്ങനെ വരച്ചില്ല, കുറച്ച് ചെറിയൊരു കേവിൽ ഇങ്ങനെ വരച്ചു വന്നു. ആ 4 പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കാം. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഒരു ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അവരിതൊരു സർക്കിളായിരിക്കും വരിക. ദാറ്റ് മീൻസ് 3-3-3 ആണെങ്കിൽ അവരിതൊരു സർക്കിൾ പോലെ വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഷേപ്പ് വരും. അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഫിഗറിൻ്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? സർക്കിളാണോ, സ്ക്വയറാണോ, റെക്റ്റാങ്കിളാണോ, പൈത്തഗണാണോ, അല്ലെങ്കിൽ ട്രയാങ്കിളാണോ, എന്താണ് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള ഡയമെൻഷൻ്റെ പേരെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ പേരെങ്ങനെ പറയാമെന്ന് അറിയില്ല. ഓക്കെ വെറൈറ്റിയാണ്. എന്തൊക്കെ കിട്ടിയിട്ടുള്ള ഡയഗ്രത്തിൻ്റെ പേരൊന്ന് പറയുമോ? ഓക്കെ. ഇവിടെ ആർക്കെങ്കിലും പേര് പറയാൻ പറ്റുന്ന ഷേപ്പ് കിട്ടിയാലുണ്ടോ? ഇതൊക്കെ ഒരു വെറൈറ്റി, ഒരു ചെലന്തി വില പോലെ ഉണ്ട്. സാറ് ഇതാ തേങ്ങ. ഓക്കെ, മാഷാഅല്ലാ. അപ്പോൾ ഫുള്ളാണല്ലേ? മാഷാഅല്ലാ. ഓക്കെ. ഇയാൾ ഫുള്ള് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതെന്താ സംഭവിച്ചാൽ ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇവിടെ ആർക്കൊക്കെ ഒരു ഓക്കെ ബാലൻസ്ഡ് ആണ് എല്ലാവരും. ഇതും ഏകദേശം ഓക്കെ. സാബി ഓട്ടെ, ബാലൻസ്ഡ് ആണ്. ഒന്നും അത്ര കിട്ടിയില്ലേ? ഇവിടെ എല്ലാവരും വരച്ചിരിക്കുന്നോ? 2 മാത്രമേ ഉള്ളൂ. അതില്ലല്ലോ. ഓക്കെ, തെറ്റാണ്. കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ. ഇതെന്താ സംഭവിച്ചാൽ നമ്മളിപ്പം വരച്ചിട്ടുള്ളത് സർക്കിൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മളിത് വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് സർക്കിളാണ് പറഞ്ഞത്. കാരണം ആദ്യം പറഞ്ഞാൽ എല്ലാവരും സർക്കിളാക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടാണ് ആദ്യം പറയാതിരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ എല്ലാവരും മനസ്സിൽ വെക്കുക. സംഭവം എന്താ വെച്ചാൽ, ഇതിലിപ്പോൾ ഞാൻ നോക്കിയാൽ ആകെ ഒരാൾ മാത്രമാണ് കറക്റ്റ് ഫുൾ സർക്കിൾ വന്നിട്ടുള്ളത്. അത് എൻ്റെ എളാപ്പ തന്നെയാണ്, മിസ്റ്റർ കുട്ടിയാമു, CA ആണ്. അപ്പോൾ ഒരാൾ മാത്രമാണ് ഇപ്പോൾ അത്രയും ബാലൻസ്ഡ്. ഇപ്പം ആ പറഞ്ഞ പോലെ ബ്രീത്തിൽ എക്സസൈസ് പോലെ തന്നെ എല്ലാ ഡയമെൻഷനിലും ഇപ്പം ഫിനാൻഷ്യലി ഫ്രീഡുള്ള ആളാണോ എനിക്കറിയുന്നതാണ്. ഇപ്പം ഹെൽത്തി ആണെങ്കിലും ഇപ്പം ഇപ്പോഴും വിരളിൽ മാത്രം, മീൻസ് വിരൽ മാത്രം നിലത്ത് കുത്തിയിട്ട് ഫുൾ ബോഡി ബാലൻസ് ചെയ്യുന്ന ആളാണ്. 70 വയസ്സായി. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത ആളാണ്. അപ്പം ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം കരിയർ ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളെ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിയുള്ള 3 ഡയമെൻഷൻസിലും കൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസിങ് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമല്ലേ നമുക്കൊരു ഇന്നർ ഹാപ്പിനെസ് കിട്ടൂ എന്നൊന്ന് ചിന്തിക്കാം. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്ത്, പക്ഷെ അത് നമ്മളെ ഫാമിലിയായിട്ട് തീരെ സമയം കണ്ടെത്താൻ പറ്റാത്ത ഒരു ജോബാണെങ്കിൽ നമുക്ക് ഒരു ഇന്നർ പീസ് കിട്ടുമോ? പൈസയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ തീരെ അതേപോലെ തന്നെയാണ് ഹെൽത്ത്. ഇപ്പോൾ നമ്മളെ ആരോഗ്യത്തിനെ തീരെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്ത ടൈപ്പ് ഓഫ് ഏതെങ്കിലും ഒരു ജോലിയാണ്. ഇപ്പം
ഒരു നല്ല പൈസ കിട്ടുന്ന ഇപ്പം ആൽക്കഹോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവർ മറ്റുള്ള ആളുകളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്താണ് സ്പിരിച്വാലിറ്റി ലെവലിൽ നോക്കുകയാണെങ്കിലും ഇപ്പം റിലേഷൻഷിപ്പ് പരമായിട്ട് നോക്കുകയാണെങ്കിലും അവർ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്താണ് പൈസ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് എന്താണ് നമ്മളിത് ബാലൻസ്ഡ് ആയിട്ടല്ല കൊണ്ടുപോകുന്നത്. നമുക്കൊരു ഇന്നർ പീസ്, സമാധാനം, എല്ലാവരും പൈസ എന്ന സംഭവത്തിന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാതെ ഇപ്പം ആർക്കെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ ഞാൻ ഈ 4 സെക്ടറിലും ഇപ്പം എളാപ്പല്ലാത്ത വേറെ ആരെങ്കിലും ഈ 4 സെക്ടറിലും ഞാൻ ടോട്ടലി ഹാപ്പിയാണെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദാറ്റ് മീൻസ് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഡയമെൻഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. നമ്മൾ കരിയർ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും ഇപ്പം ഹെൽത്തിൻ്റെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ കാണാം, ചില ആളുകൾ നല്ല റിച്ച് ആയിരിക്കും, ക്യാഷ് കൊണ്ട് ഭയങ്കര വെൽത്തി ആയിരിക്കും, പക്ഷേ അവർക്ക് ചിലപ്പം ഭയങ്കര രോഗങ്ങൾ. നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മോസ്റ്റ് റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ മുകേഷ് അംബാനി, അവരുടെ മകന് എന്തോ ഹീൽ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങൾ കൊണ്ടാണ് ആ തടി. ദാറ്റ് മീൻസ് ആനന്ദ് അംബാനി, അവർക്ക് അതൊരു അസുഖം കൊണ്ടാണ്. ദാറ്റ് മീൻസ് അവർക്ക് എന്തും ക്യാഷ് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തും എവിടെയും പോയി ചെയ്യാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ പോലും ഹീൽ ചെയ്യാൻ പറ്റാത്ത ചില അസുഖങ്ങളും കാര്യങ്ങളും ആളുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ അവരുടെ റൂട്ടീൻസ് പരമായിട്ട് വന്നതാണോ അല്ലാതെ വന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും എല്ലാവരും ഈ ഒരു ഫോക്കസ്, ഈ ഒരു ഫിഗർ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇനി മുന്നോട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഓരോ സെക്ടറിലും ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മളെ യുണീക്നെസ് കണ്ടെത്തുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ കഴിവും പേഴ്സണാലിറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ 4 സെക്ടറിനെയും 4 ഡയമെൻഷനെയും ബാലൻസ് ചെയ്തുകൊണ്ട് കരിയർ ലൈഫ് എങ്ങനെ സെറ്റാക്കാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യുക. പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതേ സമയത്ത് ഫാമിലിനെ നോക്കണം, നമ്മളെ ഹെൽത്തിനെ നോക്കണം, അതേപോലെ നമ്മളെ വിശ്വാസങ്ങളെ, എത്തിക്സും മോറൽസും വിട്ടുകൊണ്ട് ഒരു പരിപാടിയും കഴിയുന്നിടത്തോളം ചെയ്യാതിരിക്കുക. ഞാനൊരു ഉപദേശം നൽകുന്നല്ലോ, ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ എത്തിക്സും മോറൽസും ഇല്ലാതെ എന്ത് പ്രവൃത്തി നമ്മൾ ഇപ്പം ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആവുക, പൈസ ഉണ്ടാക്കുക, എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അത് ചെയ്തതിലുള്ള നമ്മൾ മരണം അടുക്കുന്ന സമയത്താവും. മരണം അടക്കണം എന്നല്ല, കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് പല പരീക്ഷണങ്ങളും ലൈഫിൽ പരീക്ഷണങ്ങൾ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കുക, ആ സമയത്ത് ഞാൻ അന്ന് അങ്ങനെ ഒരു ദ്രോഹം മറ്റൊരാളോട് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ദുശീലങ്ങൾ ഇപ്പം സ്വന്തം രീതിയിൽ തന്നെ ഇപ്പം മറ്റേ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഹെൽത്തിനെ സ്വന്തമായിട്ടുള്ള ഹെൽത്തിനെ ദോഷം വരുത്തുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് അതുകൊണ്ടാണോ എനിക്ക് ഈ അസുഖം വന്നത്, അന്ന് ഞാൻ പണ്ട് ചെയ്ത ആ പ്രവർത്തനം കൊണ്ടാണോ, അല്ലെ വേറൊരാളെ ഞാനിങ്ങനെ ചതിച്ചത് കൊണ്ടാണോ ഇപ്പം എനിക്ക് ഇതേപോലെ ഒരു ചതി വേറൊരാളെ പറ്റിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ചിന്ത വരാതിരിക്കണമെങ്കിൽ കഴിയുന്നിടത്തോളം നമ്മൾ മോറൽസും എത്തിക്സും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിതിൽ മെയിനായിട്ട് കൺവേ ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ജസ്റ്റ് അടുത്തൊരു പറയാം, ഡയമെൻഷൻസ് ഇതില്ലേ, യൂണിക്നെസ് ഫസ്റ്റിൻ്റെ ഒന്ന് ഓണാക്കി, അടുത്ത സ്ലൈഡ്. ഓക്കെ, ഇതിൽ ഇനി ഇപ്പം നമുക്ക് മനസ്സിലായി, നമുക്ക് 4 സെക്ടറിലും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 3 ക്വസ്റ്റ്യൻസ് ഇൻ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ലൈഫ് എന്നുള്ള സംഭവമാണ് നമ്മൾ പഠിക്കാൻ പോണത്. അത് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം, നമ്മളെ കരിയറിനെ പോലെ തന്നെ ആ കാര്യങ്ങളാണ് ECG. 1 എക്സ്പീരിയൻസ്, 2 കോൺട്രിബ്യൂഷൻ, 3 ഗ്രോത്ത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഈ 4 ഡയമെൻഷനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഈ 4 ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുക. ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ യുണീക്നെസ് കണ്ടെത്തി നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്ന് വിചാരിച്ചോളി. ആ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക്
നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ, ദാറ്റ് മീൻസ് ഫാമിലി, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി, ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെന്നൊന്ന് എഴുതി വെക്കാൻ പറ്റും നോട്ട്സിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ആ ഭാഗത്തേക്ക് എഴുതിയാലും മതി. ഇപ്പോൾ രാജ്യത്ത് സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ട്, അതേപോലെ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പിന്നെ നമ്മളെ വീട് ഇപ്പോൾ ഉള്ള വീടിനെക്കാട്ടും കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഒരു കാർ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ. അങ്ങനെ നമ്മുടെ ബേസിക്കായിട്ട് നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ട് നമ്മളെ വീടും നമ്മളെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിൽ വരുന്നു ഒന്ന് നോട്ട് ചെയ്യാം. അത് നിങ്ങളിപ്പോൾ ഈ പേജിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മളെ നോട്ട്സിൻ്റെ നോട്ട് പാഡിൽ എഴുതിയാലും മതി. ഞാനത് പറയാൻ കാരണം ദ റിയൽ ഹാപ്പിനെസ് അത് ഒന്ന് കോൺട്രിബ്യൂഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരുണ കാണിക്കുക എന്നുള്ള പറയുന്ന പോലെ നമ്മൾ നമ്മളെ ഫാമിലിക്കും നമ്മളെ കയ്യിൽ ഒരുപാട് പൈസ ഇങ്ങനെ ഇപ്പോൾ ഒരു സൈഡിൽ കൂട്ടിയിട്ടതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഒരു 100 കോടി രൂപ ഒരു റൂമിൽ ഇങ്ങനെ വെച്ചാൽ നമുക്കിങ്ങനെ അത് കണ്ടാൽ സന്തോഷം കിട്ടുന്ന ആർക്കിങ്ങനെ തോന്നുന്നുണ്ടോ? ആ പണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ ഫാമിലിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വയത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ആണ് നമ്മൾക്ക് സന്തോഷം. ദാറ്റ് മീൻസ് ആ ഫുള്ള് ഫാമിലിനെയും കൂട്ടി ഒരു സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് പോകാന്നുള്ളത് ആഗ്രഹിച്ച് അത് നേടിയെടുക്കാൻ പറ്റിയാൽ, ചില ആളുകൾക്ക് ഇപ്പം ഉംറ ചെയ്യാനായിരിക്കും, ഹജ്ജ് ചെയ്യാനായിരിക്കും, പല ഓരോ റിലീജിയൻ വൈസും അല്ലെങ്കിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വൈസും പല രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു കേസ് നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് അടുത്തത് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പിന്നെ കോൺട്രിബ്യൂഷനാണ്. കോൺട്രിബ്യൂഷനിൽ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏതൊക്കെ തരത്തിൽ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. നമ്മളെ കരിയർ കൊണ്ട് മറ്റുള്ളവർക്ക് ജോലി കൊടുത്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്, എന്തെങ്കിലും ഒരു പുതിയ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. എല്ലാവരും ഇന്നോവേറ്റീവായിട്ട് ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കി ഒരു നല്ലൊരു പ്രൊഡക്റ്റാക്കി കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പം നിലവിലില്ലാത്ത ഇപ്പോൾ ഈ മൈക്കൊക്കെ എന്ന് പറയുന്നത് ഒരാളുടെ മൈൻഡിൽ വന്ന ഐഡിയ ആണ്. ഒരുപാട് ആളുകൾ ഉള്ളൊരു ഹാളിൽ സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് എല്ലാവർക്കും റീച്ചബിൾ അല്ല, അല്ലെങ്കിൽ വോയിസ് എല്ലാവർക്കും റീച്ചബിൾ ആവുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇതെങ്ങനെ മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ ഓഡിബിൾ ആക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഓരോരുത്തരുടെ കയ്യിലുള്ള പേപ്പർ ആയിക്കോട്ടെ, പെന്നായിക്കോട്ടെ, വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ, ഈ ലൈറ്റ് ആയിക്കോട്ടെ, ഓരോ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് കാണുന്നതാണ് ഓരോ ആളുകളും. ഇതേപോലെ അടുത്തതാണ് ചാരിറ്റി. നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ചാരിറ്റികൾ കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം എഴുതാം. എത്ര ആളുകളെ സഹായിക്കാൻ താല്പര്യമുണ്ട്. മീൻസ് നിങ്ങളെ യുണീക്നെസ് ഒക്കെ കണ്ടെത്തി നിങ്ങൾ പ്രൊഫഷണലി സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ, ഫിനാൻഷ്യലി ഫ്രീ ആയി കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനോ വീടുണ്ടാക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കോൺട്രിബ്യൂഷൻ ത്രൂ. നമ്മൾക്കത് പണം കൊടുത്ത് ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ സർവീസുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ടൈപ്പ് ഓഫ് സർവീസുകൾ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് കണക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ ആ കണക്ഷൻസ് യൂസ് ചെയ്ത് മറ്റൊരാളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇവിടെയുണ്ട് കുറച്ച് ആൾക്കാർ നമ്മളെ പ്രോഗ്രാമിനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ മുംതാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതും നമ്മളിപ്പം ചില ആളുകളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാനൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മറ്റുള്ള ആളുകളെ സഹായിക്കാൻ പറ്റും. സ്വന്തം പ്രൊഡക്റ്റിനെ പോലെ തന്നെ മറ്റുള്ള ആൾക്കുള്ള ബിസിനസ്സും ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതേപോലെ ചാരിറ്റി ഇപ്പോൾ മണി ആയിട്ടാണെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് സഹായങ്ങൾ കൊടുക്കാൻ പറ്റും. ഇതേപോലെ മൈൻഡിൽ വരുന്ന കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ഓരോരുത്തരുടെ മൈൻഡിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഐഡിയ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസിനെ പറ്റിയുള്ള ഐഡിയ വന്നിട്ടുണ്ടോ പുതിയതായിട്ട്, ഇപ്പം നിലവിലുള്ളതല്ലാതെ എന്തെങ്കിലും പുതിയത് യുണീക്കായിട്ട് എന്തെങ്കിലും ഐഡിയകൾ വന്നിട്ടുണ്ടെങ്കിൽ അതോടെ ഒന്ന് നോട്ട് ചെയ്യാം.
ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ എഴുതാൻ പറ്റിയത് ഏതാണ്? എക്സ്പീരിയൻസ് ആണോ, സ്വയം ഫാമിലിനെ പറ്റിയുള്ള കാര്യങ്ങളാണോ, കോൺട്രിബ്യൂഷൻ റിലേറ്റഡ് കാര്യങ്ങളാണോ കൂടുതൽ എഴുതാൻ പറ്റിയത്? ഈക്വലാ? എന്താ പറഞ്ഞു? ചാരിറ്റിയാണോ? ഓക്കെ ഓക്കെ. ഓരോരുത്തരും ഒന്ന് പറയും ഏതാണ് കൂടുതൽ എഴുതാൻ പറ്റിയെന്ന്. കോൺട്രിബ്യൂഷൻ ആണോ അതോ എക്സ്പീരിയൻസ് ആണോ? കോൺട്രിബ്യൂഷൻ. രണ്ടും ബാലൻസ്ഡ് ആണ്. ഓക്കെ. എക്സ്പീരിയൻസിനെക്കാട്ടും കൂടുതൽ കോൺട്രിബ്യൂഷൻ ആണ് എഴുതാൻ പറ്റിയത് അല്ലേ? സ്വയം കഴിവുകളും കാര്യങ്ങളും കണ്ടെത്തി ഫിനാൻഷ്യലി ഫ്രീ അല്ലെങ്കിൽ അവർ സെറ്റിലായി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് സർവീസ് കൊടുക്കാനുള്ള ഇൻറ്റൻഷനാണുള്ളത്. ഓക്കെ. നിങ്ങളത് രാവിലെ വന്നത് തൊട്ടിട്ട് കറക്റ്റ് ഫോക്കസ് ചെയ്ത് നോട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻറ്റൻഷനോട് പഠിക്കണം അല്ല മനസ്സിലാക്കണം എന്നുള്ള റിസീവിങ് മോഡിലാണ് നിങ്ങൾ ഉള്ളതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എൻ അറ്റൻറ്റീവ് പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ ഓക്കെ. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതേ ഉള്ളൂ. അടുത്തത് നമ്മൾക്ക് വരുന്നത് ഇതേപോലെ ഗ്രോത്താണ്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾക്ക് ലൈഫിൽ ചെറിയ ത്രോട്ട് പെയിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൗണ്ടൊക്കെ വേരിയൻസ് ഉള്ളത്. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഗ്രോത്താണ്. ഗ്രോത്ത് എന്ന് പറയുമ്പം 3 ടൈപ്സ് ഓഫ് ഗ്രോത്ത്: ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, അതേപോലെ ഫിസിക്കൽ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്. നമ്മുടെ ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഈ 4 സെക്ടറിലും ഗ്രോത്തുകൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. ഒന്ന് ഇൻ്റലക്ച്വൽ ഗ്രോത്താണ്. അത് നമ്മൾ ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുക, ലാംഗ്വേജുകൾ പഠിക്കുക. നമ്മൾക്ക് ഏതാണോ നമ്മുടെ ഫോക്കസ്ഡ് ഏരിയ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഏരിയയിൽ ട്രെയിനിങ് എടുക്കുക. ഏത് രീതിയിൽ, അപ്പം ലാംഗ്വേജ്, ഇപ്പോൾ നേരത്തെ ഉസ്നത്ത സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഇംഗ്ലീഷ് ട്രെയിനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ആ ട്രെയിനിങ്ങിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. അതേപോലെ നമുക്ക് കഴിയുന്ന അത്ര ബുക്സുകൾ വായിക്കുക. അതേപോലെ രണ്ടാമത്താണ് ഫിസിക്കൽ ബോഡി. നമ്മൾ നേരത്തെ ഫസ്റ്റ് വരച്ചതിൽ ഹെൽത്ത് കുറച്ച് കുറവ് ആണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ എക്സസൈസും അതേപോലെ നമ്മളെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ ചേഞ്ച് വരുത്താൻ പറ്റും. അതുപോലെ സ്പിരിച്വൽ രീതിയിൽ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയർ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പ്രയർ, ഏത് മതസ്ഥരാണെങ്കിലും അവരുടേതായിട്ടുള്ള പ്രയറുകൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അതേപോലെ മെഡിറ്റേഷൻ, ഇപ്പോൾ നമ്മൾ രാവിലെ ചെയ്ത പോലെ. പിന്നെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുക. പിന്നെ കരിയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ഏത് സ്കില്ലാണോ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളത് ആ സ്കില്ലിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. അതേപോലെ ലീഡർഷിപ്പ് എബിലിറ്റി, നെറ്റ്വർക്കിംഗ് എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, സ്പെസിഫിക് സ്കിൽസ് റിലേറ്റഡ് ടു പാഷൻ. ആ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ യുണീക്ക് എബിലിറ്റീസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷനാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഈ കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് എത്രത്തോളം നമ്മൾ കൊണ്ടുവരുന്നോ അതിനനുസരിച്ച് നമ്മൾ ഫിനാൻഷ്യലും ഫ്രീ ആവും, ഹെൽത്തിയും ആവും, അതേപോലെ സ്പിരിച്വലി കണക്റ്റഡ് ആവും, നമ്മുടെ റിലേഷൻഷിപ്പും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്വന്തം വരച്ചിട്ടുള്ള ആ ഡയമെൻഷൻസ് ഓഫ് ലൈഫിൻ്റെ, സർക്കിൾ ഓഫ് ലൈഫിൻ്റെ ഡയഗ്രം ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കാം. കഴിയുന്ന ആൾക്കാരെ ഒന്ന് ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കാം. ചിലപ്പോൾ ഈ പേപ്പർ മിസ്സായാലും ഇത് കയ്യിൽ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ ഓൺലൈൻ സെഷനിൽ കവർ ചെയ്യുന്നതാണ് 23 ഡേയ്സിൽ. അപ്പോൾ ജസ്റ്റ് സർക്കിൾ ഓഫ് ലൈഫിനെ കുറിച്ചും 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ലൈഫിനെ കുറിച്ചും ജസ്റ്റ് ഒരു ഐഡിയ തന്നതാണ്. താങ്ക് യു വെരി മച്ച്.